ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണൻ വിജയിച്ചു. 452 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ ഈ പദവിക്ക് ശമ്പളമില്ല. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. പക്ഷേ സ്വന്തമായി ഒരു ശമ്പളം അദ്ദേഹത്തിന് ലഭിക്കില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ മുൻ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ ജൂലൈ 21 രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ വൈസ് പ്രസിഡന്റായി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രപതി സ്ഥാനത്തിനും പ്രധാനമന്ത്രി സ്ഥാനത്തിനും ശേഷം ഏറ്റവും ശക്തമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് ഉപരാഷ്ട്രപതിയുടേത്. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പ്രതിമാസ ശമ്പളം എന്ന നയമില്ല. എന്നിരുന്നാലും വൈസ് പ്രസിഡന്റിന് നിശ്ചിത ശമ്പളത്തിന് പകരം പ്രതിമാസ നഷ്ടപരിഹാരത്തിനും ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട്. പാർലമെന്റിന്റെ ഉപരിസഭയായി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്നതിനാണ് ഉപരാഷ്ട്രപതിക്ക് പ്രതിഫലം ലഭിക്കുന്നത്. 1953 പാർലമെന്റ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസും ആക്ട് പ്രകാരം ഉപരാഷ്ട്രപതിയുടെ ശമ്പളത്തിന് പ്രത്യേക വ്യവസ്ഥയില്ല. നിയുക്ത തസ്തികയുടെ ശമ്പളവും വേതനവും ലഭിക്കാത്ത ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് ഉപരാഷ്ട്രപതി. പ്രതിമാസം 4 ലക്ഷം എന്ന നിരക്കിൽ ഉപരാഷ്ട്രപതിക്ക് പക്ഷേ ശമ്പളം ലഭിക്കും. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ശമ്പളം പ്രതിമാസം 1,66,000 രൂപയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഉപരാഷ്ട്രപതിക്ക് പ്രതിമാസം നൽകുന്ന തുകയിൽ താമസം, വൈദ്യസഹായം, ട്രെയിൻ, വിമാനയാത്ര, ലാൻഡ് ലൈൻ കണക്ഷൻ, മൊബൈൽ ഫോൺ സേവനം, വ്യക്തിഗത സുരക്ഷാ ജീവനക്കാരുടെയും ശമ്പളം തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ടൈപ്പ് 8 ബംഗ്ലാവിൽ താമസം, പേഴ്സണൽ സെക്രട്ടറി, ഫിസിഷ്യൻ, നഴ്സിംഗ് ഓഫീസർ, 4 പേഴ്സണൽ അറ്റൻഡുകൾ എന്നിവരുടെ ശമ്പളം എന്നിവയുൾപ്പെടെയാണ് പ്രതിമാസം 2 ലക്ഷം രൂപ വരെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങളും അടങ്ങിയതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.